ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവരും വർത്താനം സുഖമല്ല? എനിക്കും സുഖമാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോണ്. പിന്നെ ഇവർ രണ്ടാളും മാറ്റി ഒരുങ്ങി നിൽക്കണം എന്താണെന്നല്ലേ. ഇവലും എൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോരട്ടോ. അപ്പോൾ എനിക്ക് 4-ാം മാസം നമുക്ക് ഡോക്ടറെ കാണിച്ചാൽ പോകണമല്ലോ. അപ്പോൾ നമ്മൾ പുറംലോകം കാണുന്നത് മാസം മാസം ഡോക്ടറെ കാണിച്ചാൽ പോകുമ്പോൾ മാത്രം പുറംലോകം കാണുള്ളൂ കേട്ടോ. പിന്നെ ഫുള്ള് പെരയിൽ തന്നെ അല്ലേ. അങ്ങനെ രാവിലെ തന്നെ മാറ്റലും ഒരുക്കമൊക്കെ കഴിഞ്ഞ് വാതിൽ പൂട്ടാൻ നിന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. അപ്പോൾ എന്താ വെച്ചാൽ ചെറിയാളെ കാല് കേടന്നിക്കണം. അപ്പോൾ മറ്റോനിങ്ങനെ കാല് കേടന്നിട്ടൊരു മാസമായി. അപ്പോൾ കാൽമത്തെ എന്താ പറയുക മാവൊക്കെ ഊരിട്ടിക്കണം. അപ്പോൾ ഇങ്ങനെ കാല് ഇളകണ്ട വെച്ചിട്ട് ഇങ്ങനെ അത് ബാൻഡേജ് കെട്ടി കൊടുക്കാം കേട്ടോ. അങ്ങനെ മുത്തുമോനും അവൻ്റെ ബാൻഡേജൊക്കെ കെട്ടിക്കൊടുക്കും. കുറേ തല്ലിടും, എന്നാലും പാവാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മറ്റയാളിങ്ങനെ ഫാനൊക്കെ കയറ്റി കൊടുത്ത് എന്താ ഓനെ ഇരുത്താതെ കണ്ട എന്തൊരു ഒത്തൊരുമ. കുറച്ച് കഴിഞ്ഞാൽ പുരാ അടിയേക്കാരം കേട്ടോ. അങ്ങനെ ഓനെന്തൊക്കെയാണ് ചെയ്ത് കെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഉമ്മാരൊക്കെ മാറ്റലായിരുന്നു. ഞങ്ങൾ വേഗം വാതിലൊക്കെ അടച്ചിട്ടി പോകുന്നിട്ടാ. പിന്നെ നേരത്തെ കാലത്ത് തന്നെ ഡോക്ടർക്ക് ബുക്ക് ചെയ്ത കാരണം പിന്നെ രാവിലെ തന്നെ പോയാൽ വേഗം കഴിച്ചില്ല. പിന്നെ സ്കാനിങ് ഒന്നും ഇല്ലാത്ത കാരണം ഡോക്ടർ കാണിച്ച് വേഗം പോരാല വെച്ചിട്ടാട്ടോ. അങ്ങനെ പിന്നെ ഫയലും കാര്യങ്ങളൊക്കെ എടുത്തിക്കണില്ലേ നോക്കിയിട്ട് ചെറുതായിട്ടൊക്കെ വയറിങ്ങനെ വന്ന് തുടങ്ങി. 4-ാം മാസമാണ്, ചെറുതായിട്ട് വയറൊക്കെ വന്ന് തുടങ്ങിയിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരുങ്ങുമ്പോഴാട്ടോ അമ്മമ്മ വന്നീന്. ഞാൻ അമ്മമ്മ കുറച്ച് നേരം വർത്താനം പറഞ്ഞു. പിന്നെ ഞങ്ങളും അതിൽ പൂട്ടി പോന്നപ്പോൾ അമ്മമ്മി ഞങ്ങൾ വൈത്താലം പോകുന്നിട്ടാ. അപ്പോൾ ഞങ്ങൾ പോരാൻ നിൽക്കുമ്പോൾ അമ്മമ്മ കയറി വന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ പോകണ കണ്ടപ്പോൾ അമ്മമ്മ പറഞ്ഞത് ഞാനും പോവാണ് പറഞ്ഞിട്ട് അമ്മമ്മ അങ്ങനെ തറവാട്ടിൽ നിൽക്കാനെ പോയിട്ടാണ്. ഞങ്ങൾ പിന്നെ വണ്ടിക്ക് വേണ്ടി കാത്തിക്കുന്നു. അപ്പോൾ ഇവനാണല്ലോ 2 കുപ്പി കൈക്കെ പിടിച്ചിട്ടുണ്ട്. അതെന്തിനാ വെച്ചാൽ ഇപ്പോൾ എണ്ണക്കൊക്കെ വില കൂടിയെന്നല്ല. അപ്പോൾ എണ്ണ വാങ്ങാൻ വേണ്ടിയിട്ട് കുപ്പി ഇങ്ങനെ കൈക്കെ പിടിച്ച് ചെയ്യുന്നിട്ടാണ് വണ്ടിക്ക് എണ്ണ വാങ്ങാനേ. അങ്ങനെ വണ്ടിയിൽ ഫുൾ ടാങ്ക് ആക്കും. പിന്നെ ഇങ്ങനെ കുപ്പികൾ വാങ്ങി വെച്ചാൽ പിന്നെ അങ്ങനെ നമുക്ക് പെട്ടെന്ന് അത്യാവശ്യമൊക്കെ വരുമ്പോൾ എടുക്കാമല്ലോ. അങ്ങനെ പിന്നെ ഉമ്മാൻ്റെ കൈക്കുള്ള കവറിലുള്ള കുപ്പി എന്താ വെച്ചാൽ എൻ്റെ വെള്ള കുപ്പി കേട്ടോ. അതിൻ്റെ പിന്നെ കൂടപ്പിറപ്പാണ്. പണ്ട് മുതലേ വെള്ളം എൻ്റെ ജീവനാണ്. എൻ്റെ ജീവൻ തന്നെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നിലനിർത്തി പോകുന്നത് ആ ഒരു വെള്ളമുള്ള കാരണം കേട്ടോ. അപ്പോൾ പിന്നെ വെള്ളക്കുപ്പിയൊക്കെ കണ്ടറിഞ്ഞ് എടുത്തിരുന്നു. അങ്ങനെ ഉമ്മ വെള്ളക്കുപ്പി ഇങ്ങനെ കൈക്ക് പിടിച്ചാൽ മേടിച്ചിട്ട് കവറിലിട്ടിരിക്കുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ. അപ്പോൾ ഇങ്ങനെ അങ്ങാടിക്ക് വന്നപ്പോഴാണെങ്കിലും വലിയ തിരക്കൊന്നും ആയിട്ടില്ല. നേരം 8:30 ഒക്കെ ഒരു ടൈമാണ്. ഞങ്ങളോട് 9 മണിയാകുമ്പോഴത്തേനും ഹോസ്പിറ്റലിൽ എത്താൻ പറഞ്ഞതായിരുന്നു. 9:15 9:30 ആകുമ്പോഴത്തേക്കും ഡോക്ടർ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകണ വഴിക്ക് ഇതേമാതിരി അടയൂർ കുളം എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കുളം വലിയൊരു കുളം കേട്ടോ. അങ്ങനെ അവിടെ കാര്യമായിട്ട് പെണ്ണുങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാൽ ആണുങ്ങളൊക്കെ ഇങ്ങനെ നീന്താനും ഇതിനൊക്കെ അങ്ങനെ വരും കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് ഹോസ്പിറ്റലിൽ ആരും ഇല്ല. അവിടെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ ഇങ്ങനെ അടിച്ചൊരു തുടക്കുന്ന ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഡോക്ടറൊന്നും എത്തിയിട്ടില്ല. ഞങ്ങളാണെങ്കിൽ 8:30 8:45 ഹോസ്പിറ്റലിൽ എത്തിക്കണം. 9 മണിൻ്റെ മുന്നേ എത്തിക്കണം. അപ്പോൾ ചെന്നപ്പോൾ തന്നെ 17 ടോക്കൺ കിട്ടിയിട്ടാണ്. കാരണം ആദ്യം തന്നെ ബുക്ക് ചെയ്തിട്ട കാരണം ടോക്കൺ കിട്ടി. അങ്ങനെ പിന്നെ ടോക്കണൊക്കെ എടുത്ത് എല്ലാം സെറ്റാക്കി ഹോസ്പിറ്റലിലത്തെ ഒരു കാർഡ് കിട്ടിയിട്ട് നമുക്ക് പ്രസവ ടൈമിൽ ഡിസ്കൗണ്ട് കിട്ടാനുള്ള കാർഡാട്ടോ. നമ്മളവിടെ സ്ഥിരം കാണിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ കാർഡ് ഉണ്ടെങ്കിൽ. അങ്ങനെ 15% ഡിസ്കൗണ്ട് ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞത്. നമുക്കറിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഡോക്ടർ കാത്തിക്കണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വരൽ തുടങ്ങി. ഞങ്ങളാട്ടെ പിന്നെ ഫസ്റ്റ് അവിടെ എത്തിയത്. ഭയങ്കര ബോറടി, ആരും ഇല്ല കഴിഞ്ഞിട്ടാണ് കരുതി വല്ലാതെ ആളൊന്നും ഇല്ലല്ലോ വെച്ചിട്ട് സമാധാനിച്ചിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വരും ചതി തിരക്കായി. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങളും വേഗം ഡോക്ടറെ കാണിച്ചിറങ്ങിയിട്ട് പിന്നെ സ്കാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം പിന്നെ ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ചിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഡോക്ടർ പറഞ്ഞു എന്തായാലും 4-ാം മാസത്തിൽ ടി ടി അടിച്ചിട്ടുണ്ട്, അത് ടി ടി അടിച്ചണം എന്നാണ്. അങ്ങനെ പിന്നെ ടി ടി അടിച്ച് പിന്നെ നമ്മൾ ടി ടി അടിച്ചതിന് ശേഷം പിന്നെ ഓൾക്ക് ആ മരുന്നും സൂചിയും കാര്യങ്ങളൊക്കെ നമ്മളവർക്ക് വേഗം കൊടുക്കണം കേട്ടോ. കാരണം ഓല് അവിടെ ഉള്ള എടുത്തിട്ടേക്കാരം നമുക്ക് അടിച്ചു തരുന്നിട്ട് പിന്നെ നമ്മൾ ടി ടി അടിച്ചിൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ മരുന്നും കാര്യങ്ങളൊക്കെ ഓൾക്ക് വേഗം കൊടുക്കണം. അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്ത വെയിറ്റിംഗ് അതേ കേട്ടോ. അത് ഏറ്റവും പിരാന്തുള്ള പരിപാടി ഇതാട്ടോ. ഈ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ വലിയ തിരക്കുണ്ടായില്ല, 17 ആയതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ അവിടെ തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ വേഗം മരുന്ന് കിട്ടിയിട്ടോ. കുറച്ച് നേരം നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ. അതിൽ നിന്ന് 3-ാം മാസത്തിലൊക്കെ പോയിരുന്ന ടൈമിൽ കുറേ നിന്ന് എട്ടങ്ങാറായിന്നിട്ട് അത് നോമ്പിനേന്ന് നല്ല തിരക്കുണ്ടായിന്. അതിന് പ്രാവശ്യം പിന്നെ അങ്ങനെ കുറേ ടൈം നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല, വേഗം മരുന്നൊക്കെ കിട്ടിയിട്ടാണ്. അങ്ങനെ പിന്നെ എന്തായാലും ഹോസ്പിറ്റലിൽ നേരത്തെ കഴിച്ചില്ലായപ്പോൾ ഹോസ്പിറ്റലിൽ അടുത്ത് തന്നെ കേട്ടോ മൂന്നാക്കപ്പള്ളി. അപ്പോൾ അവിടെ നിന്ന് കയറിയിട്ട് പോകാൻ നേരിട്ടിട്ട് അപ്പോൾ പോണ വയ്ക്കാണ് ഫുള്ള് ഇങ്ങനെ അരിക്കടാളായിട്ട് അങ്ങനെ പള്ളിക്കൊക്കെ കൊടുക്കാനുള്ള അരിൻ്റെത്. അപ്പോൾ ഓലിങ്ങനെ നമ്മൾ വണ്ടി കാണുമ്പോൾ കോള് റോട്ടുമ്പോൾ ഇറങ്ങിയിട്ട് അറിയാം അരി വേങ്ങിക്കോളി പറഞ്ഞിട്ട് ഇങ്ങനെ വണ്ടി തടഞ്ഞു നിർത്തി അരി ഇങ്ങനെ വേങ്ങിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ മൂന്നാക്ക പള്ളിക്ക് എത്തിയിട്ടാണ്. പിന്നെ അവിടെ തോനെ അരി ഇങ്ങനെ അതായത് ചാക്കരികൾ ഇങ്ങനെ കെട്ടി ഒക്കെ ഓരോരുത്തരും ഇങ്ങനെ നേർച്ചാക്കണേ കേട്ടോ. അവിടെ 15 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ അരി വിതരണം ഉണ്ടാവും കേട്ടോ. അതിന് നമുക്കൊരു ഇതുണ്ട്, കാർഡുണ്ട്. ആ കാർഡുണ്ടെങ്കിൽ അതായത് നമ്മൾ റേഷൻ കാർഡ് മാതിരി ഒരു കാർഡാട്ടോ. കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അരി കിട്ടും കേട്ടോ 15 ദിവസം കൂടുമ്പോൾ. അതിവിടെ ഏകദേശം ഇവിടെ അടുത്തുള്ള ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കൊക്കെ കേട്ടോ. എന്നാലും കുറേയൊക്കെ സ്ഥലത്തുണ്ട്, വല്ലാതെ ലോങ് ആയിട്ടുള്ള സ്ഥലത്തേക്കൊന്നും അരിയില്ല കേട്ടോ.
എന്തായാലും ഇവിടെ അങ്ങനത്തെ പെരയിൽ ഇങ്ങനെ മൂന്നാക്കത്തെ കാർഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ 15 ദിവസം കൂടുമ്പോൾ എന്തായാലും മൂന്നാക്ക പള്ളിക്കന്നായിരിക്കും കിട്ടും. ഒന്നെങ്കിൽ നമ്മൾ പോയി വേങ്ങുക, അല്ലെങ്കിൽ അതേമാതിരി വണ്ടിക്കാരുണ്ട് കേട്ടോ. ഓരുടെ അടുത്ത് പൈസയും ചാക്കും കാർഡും കൊടുത്ത് ചില ഓലരി കൊടുന്നു. അങ്ങനെ പിന്നെ രണ്ടാളും ആണുങ്ങളെ ഭാഗത്ത് കൂടി അങ്ങനെയും കയറി ഞങ്ങൾ ഇപ്പുറത്ത് കൂടിയും പോകുന്നിട്ടാ. പിന്നെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് കുറേ കബറാളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ കാലത്ത് കഴിച്ചിലായതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതിയിട്ട്. കാരണം കുറച്ച് എന്തെങ്കിലും 2 യാസീനൊക്കെ ഓതിയിട്ട് നമുക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ കുട്ടികളായിരുന്ന ടൈമിലൊക്കെ അങ്ങനെ ഇങ്ങോട്ട് വന്നിരുന്ന ടൈമിലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പിന്നെ നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം അങ്ങനെ ഖുർആനൊക്കെ ഓതിയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ രാവിലെ ആയതുകൊണ്ട് പിന്നെ വലിയ തിരക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വരൽ തുടങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ ചിലവരിങ്ങനെ അങ്ങനെ നേർച്ചാക്കണം. അങ്ങനെ വെളിച്ചെണ്ണ, അരി, അങ്ങനെ പല സാധനങ്ങളും ഇങ്ങനെ നേർച്ചാക്കും കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് ആ വെളിച്ചെണ്ണ അങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ തലയിൽ തേക്കാനും മേത്ത് തേക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെ ഉമ്മ അവിടെ പള്ളിക്ക് പെട്ടിയിൽ ഇങ്ങനെ പൈസ ഇടണ്ടായിരുന്നു. അങ്ങനെ ഉമ്മ പൈസ ഇടേന്ന് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഖബറുണ്ട്, ആരുതാന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ യാസീനോത്തും പൈസ ഇടലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോകുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ പൈസ ഒക്കെ ഇരിക്കണൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചെന്നപ്പോൾ അതായത് ഞങ്ങൾ ചെന്നതൊന്നും അങ്ങനെ വല്ലാതില്ല, എന്നാലും ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് പോരുമ്പോഴാണ് ആ മഹല്ലയിൽ ആരോ മരിച്ചിട്ട് ഇങ്ങനെ മയ്യത്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ സ്റ്റക്കായിട്ട് ഇവിടെ തന്നെ നിന്നിട്ട് അങ്ങനെ ഒരു പള്ളിക്ക് കയറിയതിന് ശേഷം പോരാ വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഓത്തും പാട്ടും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോരുമ്പോൾ അതാ കുളത്തിൽ കാലിയായിട്ടാ. കാരണം വല്ലാതെ ആരുമില്ല, പെരുംചാതി വെയിലല്ലേ. അങ്ങനെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇവിടെ നല്ല രസമായിട്ട് തോന്നുന്ന ആൾക്കാരും കുട്ടികളും മക്കളൊക്കെ ആയിട്ട് നീന്താനൊക്കെ വന്നിട്ട് നല്ല രസമായിട്ടോ. കാണുമ്പോൾ നമുക്ക് വെള്ളത്തിൽ എടുത്ത് ചാടാനൊക്കെ തോന്നും, പക്ഷെ ചാടാൻ പറ്റില്ലല്ലോ. റോഡിൻ്റെ നടുക്കൊരു കുളമായ കാരണം ചാടാൻ പറ്റില്ല. എനിക്കിഷ്ടമാട്ടോ കുളം തോടൊക്കെ, ഞാൻ എവിടെ വെള്ളം കണ്ടാലും ചാടും. അങ്ങനെ പോരുമ്പോൾ ഇത് അടുക്കിയിട്ട് നിൽക്കട്ടെ, ഞാനാട്ടോ നടുക്കിയിരിക്കണത്. വണ്ടിയൊക്കെ കുത്തിക്കുളിക്കാണ്ടാവില്ല, നടുക്കിയിരുന്നാലും അപ്പോൾ അങ്ങനെ നടുക്കിയിരുന്നേന് കേട്ടോ. അപ്പോൾ ഓൻ്റെ ഓരോ കോപ്രായങ്ങൾ വീഡിയോ എടുത്തപ്പോൾ വീഡിയോ എടുക്കില്ല പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ പോരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു ചോറിന് നല്ല പൂതി ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ബിരിയാണി, മന്തി അതിനോടൊക്കെ ഒരു ചടപ്പാട്ടോ. അപ്പോൾ ഇപ്പോൾ വലിയ ഇഷ്ടമില്ല. യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ സദ്യ അതുപോലെ ഇങ്ങനെ വെറും ചോറ്, സമ്മന്തി അതൊക്കെ കാണുമ്പോൾ ഭയങ്കര പൂതിയാട്ടോ. അപ്പോൾ പോരുന്ന വഴിക്ക് മിഥുൻ്റെ സ്കൂളിൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ട് കേട്ടോ, കുടുംബശ്രീക്കാരുടെ ഹോട്ടലുണ്ട്. അവിടുന്ന് ഞങ്ങൾ ഇങ്ങനെ ചോറ് വേങ്ങിയിട്ടാ. അങ്ങനെ അതിൻ്റെ കൂടെ കിട്ടിയ സംഭവങ്ങളാട്ടോ. പിന്നെ നമ്മൾ പോരുന്ന വഴിക്ക് തന്നെ എണ്ണയും വേങ്ങിയിരുന്നു, കുപ്പിയിൽ നിറച്ച് ഇങ്ങനെ വണ്ടിക്കുള്ള എണ്ണ വേങ്ങിയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പെരയിലെത്തിയിട്ട് എത്തിയ സ്പോട്ടിൽ തന്നെ ഞാൻ വേഗം ചോറ് വിളമ്പി തന്നു കേട്ടോ. കാരണം എന്താ പറയുക, ചോറിൽ ഇങ്ങനെ വാഴക്കുപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മീനിൻ്റെ പകരം ബീഫാട്ടോ വേങ്ങിയത്. മീനിൻ്റെ ചുവയ്ക്ക് ഇഷ്ടമല്ല, ചുവയും മണം എനിക്ക് പറ്റില്ല. അപ്പോൾ ബീഫ് എന്നാൽ മതി, അപ്പോൾ ബീഫ് വേങ്ങി. പിന്നെ സാമ്പാർ, പപ്പടം, പിന്നെ അച്ചാർ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മോരുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇഞ്ചിയും എന്താ പറയുക ചപ്പൊക്കെ ഇട്ടിട്ടുള്ള മോരുണ്ടായിരുന്നു. അതൊക്കെ തിന്ന് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഓക്കെ വേങ്ങിയിരുന്നു ഇത്. അങ്ങനെ മൂന്നാക്കന്ന് വേങ്ങിയിരുന്നു കേട്ടോ. 2 റുപ്യേൻ്റെ ഓക്കെ അതും തിന്നുക. പിന്നെ ചാമ്പക്ക ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണ് ഭയങ്കര ഇഷ്ടമായിട്ട് ചാമ്പക്ക. പള്ളിയുണ്ടായതിന് ശേഷം ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ എത്ര തിന്നാലും പൂതിയില്ലാത്തൊരു സംഭവം ചാമ്പക്കയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഡ്രീം കേക്ക് നല്ല പൂതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡ്രീം കേക്കും കൊടുത്തിരുന്നു. അപ്പോൾ കൊടുന്ന് വെച്ച ഡ്രീം കേക്ക് ഇതേമാതിരി ഞങ്ങൾ രാത്രി ഇരുന്ന് തിന്നിട്ടോ. അങ്ങനെ ഈ ഡ്രീം കേക്ക് എത്ര തിന്നാലും പൂതിയിടില്ല. ഒരുവിധം മധുരം എന്ന് പറയുന്ന സംഭവം ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഇപ്പോൾ പള്ളിയുണ്ടായതിന് ശേഷം തീരെ മധുരം പറ്റില്ല കേട്ടോ. പക്ഷെ എന്താണ് ആ കേക്ക് കണ്ടപ്പം എന്താ പറയുക, തിന്നിട്ടുണ്ട് പൂതി കിടില്ല. അങ്ങനെ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.